Good morning all. Today we are going to learn about the types of network, and first of all let's see what's a computer network. A computer network is a data communication system which interconnects computer systems at various locations with the help of communication devices like hubs, routes, cables and NICs. അതായത് ഒരു കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് കമ്മ്യൂണിക്കേഷൻ ഡിവൈസസിന് കണക്ട് ചെയ്യപ്പെടുന്ന ഇൻ്റർകണക്ട് ചെയ്യുന്ന ഡാറ്റ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിനെയാണ് നമ്മൾ ഒരു കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് എന്ന് വിളിക്കുന്നത്. വി ഹാവ് ഓൾറെഡി നോസ് അബൌട്ട് ലാൻ എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. എന്താണ് ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്, ഇൻ്റർനെറ്റ് കണക്ടിവിറ്റിക്ക് വേണ്ടി യൂസ് ചെയ്യുന്നത് എന്നൊക്കെ നമ്മൾ കേട്ടിട്ട് കാണും. സോ അങ്ങനെയുള്ള കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സിനെ കുറിച്ച് പഠിക്കാനാണ് നമ്മൾ പോകുന്നത്. And the networks, computer networks can be classified into two: network based on distance and network based on administration. So under network based on distance we have certain number of networks. അതിൽ ആദ്യത്തെയാണ് local area network which is known as LAN. So first two lines underline ചെയ്യാം. LAN is a computer network that connects information processing device with in limited geographical area such as office building, manufacturing plant, education institution, etc. A network that connects a group of computers in a small geographical area such as in a building or office is called as local area network. അതായത് ഒരു സ്മോൾ ജോഗ്രഫിക്കൽ ഏരിയയിലുള്ള ഓഫീസ് ബിൽഡിങ്ങോ അല്ലെങ്കിൽ ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനിലോ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഡിവൈസസിനെ കണക്ട് ചെയ്യുന്ന കമ്പ്യൂട്ടർ നെറ്റ്വർക്കിനെയാണ് ലാൻ എന്ന് വിളിക്കുന്നത്. And this is the most commonly used network in any kind of organization. ഇത് ഹൈ സ്പീഡ് നെറ്റ്വർക്ക് ആണ്. ഇത് കമ്പ്യൂട്ടേഴ്സിനും പ്രിൻറ്ററിനും അതുപോലത്തെയുള്ള അതർ നെറ്റ്വർക്ക് ഡിവൈസസിനെ കണക്ട് ചെയ്യുന്നു. ഇത് സ്പെസിഫിക്കലി ഒരു റീജിയനിലുള്ള സ്മോൾ റീജിയനിലുള്ള കമ്മ്യൂണിക്കേഷൻ ഡിവൈസസിനെയാണ് കണക്ട് ചെയ്യുക എന്ന് പറയുന്നു. സ്മോൾ റീജിയൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു സെയിം ഓഫീസോ സെയിം ബിൽഡിംഗ് അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിട്ടുള്ള ആ ഒരു ഹോൾ ഇൻസ്റ്റിറ്റ്യൂഷനിലുള്ള കമ്മ്യൂണിക്കേഷൻ ഡിവൈസസിനെയാണ് നമ്മൾ ലാൻ വഴി കണക്ട് ചെയ്യപ്പെടുന്നത്. And it provides different services like document management, sharing resources, work group scheduling, email and fax communication, etc. And ഇതിൻ്റെ ഒരു മേജർ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഫാസ്റ്റ് റേറ്റിൽ നമുക്ക് ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടുത്തെ മെയിൻ അഡ്വാൻറ്റേജ്. ആൻഡ് ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇത് ഒരു ലിമിറ്റഡ് ജോഗ്രഫിക്കൽ ഏരിയയിൽ മാത്രമാണ് കവർ ചെയ്യപ്പെടുന്നത്. And let's see important characteristics of LAN. First feature പറയുന്നത് limited geographic operations up to 10 kilometers. അതായത് ഒരു 10 kilometers വരെയാണ് നമുക്ക് അതിൻ്റെ ഒരു ജോഗ്രഫിക്കൽ ഏരിയ കവർ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ അടുത്ത ക്യാരക്ടറിസ്റ്റിക് പറയുന്നത് ഹൈ സ്പീഡ് ഡാറ്റ ട്രാൻസ്ഫേഴ്സ്, ഫുൾ ടൈം കണക്ടിവിറ്റി ടു ലോക്കൽ സർവീസസ്, ജനറലി ലോവർ ഇൻ കോസ്റ്റ്. It uses mainly bus, ring or star topology. അതായത് ടോപ്പോളജി കേട്ടിട്ടുണ്ടാകും. ഒരു പെർട്ടിക്കുലർ ലേഔട്ട്, സ്റ്റാർ ലേഔട്ട് അല്ലെങ്കിൽ ഒരു സ്ട്രക്ചറിനെയാണ് ടോപ്പോളജി നോക്കി. അപ്പോൾ അതൊന്ന് യൂസ് ചെയ്യുന്നത് ബസ്, റിംഗ് ആൻഡ് സ്റ്റാർ ടോപ്പോളജി ആയിരിക്കും. And it supports a variety of transmission medium such as Ethernet, fiber, wireless, etc. It requires little wiring. അതുപോലെ തന്നെ ഒരു സിംഗിൾ കേബിൾ യൂസ് ചെയ്ത് എല്ലാ കമ്മ്യൂണിക്കേഷൻ ഡിവൈസും നമുക്ക് കണക്ട് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ആ ഫിഗറിൽ കാണിച്ചിരിക്കുന്നത് പോലെ തന്നെ ഒരു പെർട്ടിക്കുലർ ഹബിലേക്ക് ഒരു സിംഗിൾ കേബിൾ ലൈൻ യൂസ് ചെയ്ത് ഡിഫറെൻറ്റ് കമ്പ്യൂട്ടേഴ്സ് എല്ലാ കമ്പ്യൂട്ടേഴ്സിനും കണക്ട് ചെയ്തിരിക്കുന്നു. ആൻഡ് ദ മേജർ അഡ്വാൻറ്റേജ് ഓഫ് ലാൻ എന്ന് പറയുന്നത് ലോവർ ഇൻ കോസ്റ്റ്, ഷെയറിംഗ് ഓഫ് റിസോഴ്സസ്, ഹൈ സ്പീഡ് ആൻഡ് സെക്യൂരിറ്റി. ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് പറയുന്നത് ഈ നമ്പർ ഓഫ് നോഡ്സ് കൂടുമ്പോൾ അതായത് മോർ നമ്പർ ഓഫ് കമ്മ്യൂണിക്കേഷൻ ഡിവൈസസിന് നമ്മൾ കണക്ട് ചെയ്യുകയാണെങ്കിൽ ദ പെർഫോമൻസ് വിൽ ബി ഡിക്രീസ്ഡ്. അതുപോലെ ദ ഏരിയ കവർ ചെയ്യുന്നത് ലിമിറ്റഡ് ആണ്. ഓക്കെ, ദെൻ അടുത്തതാണ് വൈഡ് ഏരിയ നെറ്റ്വർക്ക്. അതാണ് വാൻ എന്ന് ഉദ്ദേശിക്കുന്നത്. വാൻ മീൻസ് ഇറ്റ്സ് എ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് കവറിങ് ബ്രോഡ് ജോഗ്രഫിക്കൽ ഏരിയ സച്ച് ആസ് സ്റ്റേറ്റ് ഓർ കൺട്രി. ഒരു ലാർജ് ഏരിയനെ കവർ ചെയ്യുന്ന ഒരു നെറ്റ്വർക്കിനെയാണ് നമ്മൾ വൈഡ് ഏരിയ നെറ്റ്വർക്ക് എന്ന് വിളിക്കുന്നത്. ഇതും ഒരു ലാർജ് ഏരിയയിലുള്ള കമ്പ്യൂട്ടർ ടെർമിനൽസിനും ഇൻഡിപെൻഡൻറ്റ് ടെർമിനൽസിനും എല്ലാം കണക്ട് ചെയ്യപ്പെടുന്നു. ആൻഡ് ഇതിൻ്റെ ഒരു മോസ്റ്റ് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇത് ലാർജ് ഏരിയനെ നമുക്ക് കവർ ചെയ്യാൻ പറ്റും, ലാർജ് ജോഗ്രഫിക്കൽ ഏരിയയെ കവർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്.
And the largest and most well-known example of a WAN is the internet. Internet ആണ് ഇതിൻ്റെ വലിയൊരു എക്സാമ്പിൾ. And we can transmit a large volume of data through WAN. And the major merits of WAN are it covers large geographical area, and the disadvantages are complicated and complex, high cost, required high performance devices, low security. അതായത് വാൻ യൂസ് ചെയ്യുന്നത് ഹൈലി എക്സ്പെൻസീവ് ആയിട്ടുള്ള നെറ്റ്വർക്ക് എക്യുപ്മെൻ്റ് ആണ്. സോ അത് കോസ്റ്റ്ലിയർ ആണെന്നാണ് പറയുന്നത്. Then coming to the third one, that is metropolitan area network, which is also known as MAN, M-A-N. This is a computer network that spreads over a city. ഒരു പെർട്ടിക്കുലർ ഏരിയ അല്ലെങ്കിൽ സിറ്റിയുടെ ഒരു ടൗൺ സിറ്റി ഒക്കെ കവർ ചെയ്യുന്ന ഏരിയനെയാണ് നമ്മൾ ചെയ്യുന്ന നെറ്റ്വർക്കിനെയാണ് നമ്മൾ മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക് എന്ന് വിളിക്കുന്നത്. Also, this network can be used to connect the local area networks in a metropolitan area. Metropolitan ഏരിയയിലുള്ള ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്സ് കണക്ട് ചെയ്യാനും നമ്മൾ ഈ മാൻ യൂസ് ചെയ്യുന്നുണ്ട്. And MAN usually includes one or more LANs covering a large geographical area than LAN, but smaller geographical area than a wide area network. അതായത് ലാനിനേക്കാളും അധികം ഒരു ജോഗ്രഫിക്കൽ ഏരിയ കവർ ചെയ്യുന്നുണ്ട്, ബട്ട് വാനിനേക്കാളും കുറച്ചാണ് ഈ മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക് കവർ ചെയ്യപ്പെടുന്നത്. ഇത് യൂഷ്വലി കേബിൾ TV നെറ്റ്വർക്ക് ഒക്കെ നമുക്ക് ഇതിനൊരു എക്സാമ്പിളായിട്ട് പറയാം. And the major advantages of MAN are its wider area than LAN. It's a larger network connectedness. Information can be disseminated more widely, rapidly and significantly. Disadvantages are data rate is slow compared to LAN. Cost is higher than LAN. It is difficult to manage. Then അടുത്തതാണ് personal area network. Personal area network means it's a computer network organized around an individual person with a single building. അത് ഓഫീസിലോ അല്ലെങ്കിൽ റെസിഡൻസിലോ ഒരു സിംഗിൾ ഇൻഡിവിജ്വലിൻ്റെ ഡിവൈസസിനെ കണക്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണ് ഈ പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക്. A typical PAN would include one or more computers, telephones, peripheral devices, video game consoles and other personal entertainment device. ആൻഡ് ഇത് വളരെ ഫ്ലെക്സിബിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന ഒരു നെറ്റ്വർക്കാണ്. ആൻഡ് ഇത് കണക്ട് ചെയ്യുന്നത് വഴി നമുക്ക് ഒരു പെർട്ടിക്കുലർ ഇപ്പോൾ പറയുന്ന ഒരു പേഴ്സണൽ നെറ്റ്വർക്ക് ആണല്ലോ. സോ ഇപ്പോൾ ഒരു പ്രിൻറ്ററിൽ ഓഫീസിൽ വെച്ച് നമ്മൾ ചെയ്യുന്നൊരു ഡോക്യുമെൻറ്റ് പ്രിൻറ്ററിൽ ചെയ്യുന്നത് അത് നമുക്ക് ലാപ്ടോപ്പിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനും അതുപോലെ തന്നെ ഫോണിലെ ഫോട്ടോസൊക്കെ നമുക്ക് കമ്പ്യൂട്ടറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനൊക്കെ ഈ നെറ്റ്വർക്ക് യൂസ് ചെയ്ത് സാധിക്കുമെന്ന് പറയുന്നു. ആൻഡ് ഈ പാൻ കണക്ടിവിറ്റി എന്ന് പറയുന്നത് just range up to 10 meters ആണ്. And it may include wireless computer keyboards, mouse, Bluetooth enabled headphones, wireless printers, mobile tablets, etc. And the major advantages of PAN are personal area networks are efficient, cost effective and convenient. അതുപോലെ തന്നെ ഇത് high security ensure ചെയ്യുന്നു because it is controlled by only a person. And the major disadvantages are shorter distance. നമ്മൾ പറഞ്ഞു ഇതിൻ്റെ കണക്ടിവിറ്റി റേഞ്ചസ് ഓൺലി അപ് ടു 10 meters. അതുപോലെ തന്നെ ഡാറ്റ റേഞ്ച് ഇസ് ലോ കമ്പയർഡ് ടു ദ അതർ നെറ്റ്വർക്ക്. ആൻഡ് കമ്മിങ് ടു ദ നെക്സ്റ്റ് നെറ്റ്വർക്ക് ദാറ്റ് ഇസ് എ വെർച്വൽ പ്രൈവറ്റ് നെറ്റ്വർക്ക്. അതൊരു പ്രൈവറ്റ് ഡാറ്റ നെറ്റ്വർക്കാണ് ദാറ്റ് മേക്സ് യൂസ് ഓഫ് ദ പബ്ലിക് ടെലികമ്മ്യൂണിക്കേഷൻ ഇൻഫ്രാസ്ട്രക്ചർ. ഇതും സിമിലർ ടു വാൻ തന്നെയാണ്, ബട്ട് ഇതിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് ഇത് പ്രൈവറ്റ് ആണ്. ഒരു ഓൺലി ഒഫീഷ്യൽ പീപ്പിൾ അല്ലെങ്കിൽ കമ്പനി പീപ്പിളിന് മാത്രമാണ് ഇതിനൊരു ആക്സസിബിലിറ്റി കിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഡാറ്റ പ്രൈവസി കൂടുതലായിരിക്കും. കൂടുതൽ സെക്യൂരിറ്റി ഹൈ സെക്യൂരിറ്റി എൻഷുർ ചെയ്യുന്ന ഒരു നെറ്റ്വർക്കാണ് വെർച്വൽ പ്രൈവറ്റ് നെറ്റ്വർക്ക് എന്ന് പറയുന്നത്, VPN. ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളോ അതിന് ഫുൾ ആക്സസ് കൊടുക്കില്ല. മീൻസ് അങ്ങനെ മെയിൻലി വരുന്ന കാര്യങ്ങൾ ഈ പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചർ യൂസ് ചെയ്ത് തന്നെ ഷെയർ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു നെറ്റ്വർക്കാണ് വെർച്വൽ പ്രൈവറ്റ് നെറ്റ്വർക്ക്. The next is the body area network, BAN. ഇത് മെയിൻലി യൂസ് ചെയ്യുന്നത് വെയറബിൾ ഡിവൈസസ് കണക്ട് ചെയ്യാനാണ്, ലൈക്ക് സ്മാർട്ട് വാച്ചസ്, ഫിറ്റ്നസ് ബാൻഡ്സ് ആൻഡ് മെഡിക്കൽ ഡിവൈസസ് എക്സെട്ര. ഇപ്പോൾ വയർലെസ് ബാൻ is the primary form used to create such network.
ഇത് പാൻ ടെക്നോളജി, അതായത് പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക് ടെക്നോളജി വെച്ചാണ് യൂസ് ചെയ്യുന്നത്. വേരിയബിൾ ഡിവൈസസ് ആയിട്ട് കണക്ട് ഉപയോഗിക്കുന്ന ഒന്നാണ് ഈ BAN എന്ന് പറയുന്നത്. ആൻഡ് ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഈസിയർ ഡിറ്റക്ഷൻ ഓഫ് ക്രോണിക് ഡിസീസസ് ബിഫോർ ഹാൻഡ്. ഇതതുപോലെ തന്നെ മിലിറ്ററിയിൽ യൂസ് ചെയ്യുന്നുണ്ട് ഫോർ സെക്യൂരിറ്റി പർപ്പസസ്. അതുപോലെ തന്നെ വളരെ സ്മൂത്ത് കമ്മ്യൂണിക്കേഷൻ, ഇൻഡിവിജ്വൽസും മെഷീൻസും തമ്മിലൊരു സ്മൂത്ത് കമ്മ്യൂണിക്കേഷൻ ഫ്ലോ എൻഷുർ ചെയ്യാനായിട്ട് ഈ ബാൻ യൂസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് റെസ്ട്രിക്ഷൻ ബിറ്റ്വീൻ ദ ബോഡി മൂവ്മെൻറ്റ്സ്, അതുപോലെ തന്നെ ഇൻ്റർഫിയറൻസ് ഓഫ് ദ മൾട്ടി ഡിവൈസ് ദാറ്റ് ഷെയർ ദ ചാനൽ. ഒന്നിൽ കൂടുതൽ ഡിവൈസസ് ഈ ചാനൽ ഇൻ്റർഫിയർ ചെയ്യുമ്പോഴുള്ളൊരു ബുദ്ധിമുട്ട്. പിന്നെ ലാക്ക് ഓഫ് ഇൻറ്റിഗ്രേഷൻ സെൻസേഴ്സ്. ദെൻ അടുത്തതാണ് സ്റ്റോറേജ് ഏരിയ നെറ്റ്വർക്ക്, SAN. This is a high-speed network of storage devices that also connects those storage devices with servers. അതായത് ഒരു ഹൈ സ്പീഡ് നെറ്റ്വർക്ക് ആണ്. എന്തിന് കണക്ട് ചെയ്യാനാണ്? സ്റ്റോറേജ് ഡിവൈസസ് കണക്ട് ചെയ്യാൻ. സ്റ്റോറേജ് ഡിവൈസസ് സെർവേഴ്സായി കണക്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒന്നാണ് സ്റ്റോറേജ് ഏരിയ നെറ്റ്വർക്ക്. ഇത് എക്സ്റ്റേണൽ സ്റ്റോറേജ് ഡിവൈസസിനെ നമ്മുടെ സെർവേഴ്സായിട്ട് കണക്ട് ചെയ്യപ്പെടുന്നു. അതായത് ടേപ്പ് ലൈബ്രറീസ്, ഡിസ്ക് അറേസ് എല്ലാം സെർവേഴ്സായിട്ട് കണക്ട് ചെയ്യാനാണ് ഈ സംഭവം ഉപയോഗിക്കുന്നത്. ആൻഡ് ഇതിൻ്റെ മേജർ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഫസ്റ്റ് അഡ്വാൻറ്റേജ് ആണ് സ്കെയിലബിലിറ്റി. സ്കെയിലബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയുമോ? വിച്ച് മീൻസ് ഇറ്റ് ക്യാൻ ആഡ് മൾട്ടിപ്പിൾ ഡിവൈസ് വിത്തൗട്ട് ലിമിറ്റ് ഓഫ് എ ഹാൻഡ്ഫുൾ ഓഫ് ഡിസ്ക് ദാറ്റ് ആർ അറ്റാച്ച്ഡ് ടു ദ സിസ്റ്റം. എന്ന് പറഞ്ഞാൽ മൾട്ടിപ്പിൾ ഡിവൈസസ് നമുക്ക് അറ്റാച്ച് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് ഈ SAN. അതുപോലെ തന്നെ പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ ഇത് ഡാറ്റ ട്രാൻസ്മിറ്റഡ് ടു ആൻഡ് ഫ്രം എ SAN ഇസ് ഹിസ് ഓൺ പ്രൈവറ്റ് നെറ്റ്വർക്ക് partitioned off from user traffic, backup traffic and other SAN traffic. So performance is not affected. അതായത് പെർഫോമൻസ് ഇതിനെ എഫക്റ്റ് ചെയ്യപ്പെടും. കാരണം എഫക്റ്റ് ചെയ്യുന്നില്ല എന്ന് പറയുന്നതിൻ്റെ കാരണം ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് SANലേക്കും അതുപോലെ ഈ സ്റ്റോറേജ് ഏരിയ നെറ്റ്വർക്കിലേക്കും ട്രാൻസ്ഫർ ചെയ്യുന്നത് ഒരു പ്രൈവറ്റ് നെറ്റ്വർക്ക് യൂസ് ചെയ്തിട്ടാണ്. അതുകൊണ്ട് അതിനെ ഹൈ പെർഫോമൻസ് നമുക്ക് എൻഷുർ ചെയ്യാൻ പറ്റുന്നത്. അതായത് കൂടുതൽ ട്രാഫിക് മീൻസ് കൂടുതൽ ആൾക്കാർ ഈ ഡിവൈസസിൻ്റെ യൂസ് ചെയ്യുന്നു മീൻസ് യൂസർ ട്രാഫിക് കൂടിയാലും ഒന്നും ഇതിനെ ബാധിക്കില്ല എന്നാണ് പറയുന്നത്. Then uptime. SAN systems requires no reboots to add new disk or to replace disk. അതായത് ഒരു പുതിയ ഡിസ്ക് ആഡ് ചെയ്യാനോ അല്ലെങ്കിൽ ഓൾറെഡി ഉള്ള സ്റ്റോറേജ് ഡിവൈസിനെ റിമൂവ് ചെയ്യാനോ നമുക്ക് വേറെ തരത്തിലുള്ള ഒരു റീസ്റ്റാർട്ടിങ്ങിൻ്റെയോ റീബൂട്ടിങ്ങിൻ്റെയോ ഒന്നും ആവശ്യം വരുന്നില്ല. ആൻഡ് ഇറ്റ് ഈസ് ഹൈലി വെർസറ്റൈൽ. അതായത് വെർസറ്റൈൽ എന്താണ്? ഒരു അഡാപ്റ്റബിൾ ആണ്. പല ഡിഫറെൻറ്റ് മെനി യൂസേഴ്സും ആപ്ലിക്കേഷനും നമുക്ക് ചെയ്യാൻ പറ്റും. വളരെ ഫ്ലെക്സിബിളാണ്, ഈസിലി അഡാപ്റ്റബിൾ ആണെന്ന് പറയുന്നു. ഇറ്റ് പ്രൊവൈഡ്സ് ലോങ് ഡിസ്റ്റൻസ് കണക്ടിവിറ്റി ആൻഡ് ഡിസാസ്റ്റർ റിക്കവറി. പെട്ടെന്ന് ഡാറ്റ നമുക്ക് ലോസ് ആണെങ്കിൽ ഡാറ്റ റിക്കവർ ചെയ്യാൻ പറ്റുന്ന ഈസിയസ്റ്റ് വേ എന്ന് പറയുന്നത് ഈ SAN യൂസ് ചെയ്തിട്ടാണ്. ദിസ് ഈസ് ഓൾ അബൌട്ട് സ്റ്റോറേജ് ഏരിയ നെറ്റ്വർക്ക്. ആൻഡ് കമ്മിങ് ടു ദ നെക്സ്റ്റ് വൺ, ദാറ്റ് ഈസ് ക്യാമ്പസ് ഏരിയ നെറ്റ്വർക്ക്. ക്യാമ്പസ് ഏരിയ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? A network infrastructure covering the school, university or corporate premises can be called as campus area network. അതിൽ വേറെ പലതരത്തിലുണ്ട്. ലാൻഡ്സ് ഉണ്ടായിരിക്കും, സെൻട്രൽ വയർ ഫോൺ ഉണ്ടാവാം, ഇൻ്റർനെറ്റായി കണക്ട് ചെയ്യപ്പെട്ടിട്ടുള്ള എല്ലാ അങ്ങനെയുള്ള നെറ്റ്വർക്ക് ഇൻഫ്രാസ്ട്രക്ചറിനെ വിളിക്കുന്നതാണ് ക്യാമ്പസ് ഏരിയ നെറ്റ്വർക്ക്. ഇറ്റ് ഈസ് ലാർജർ ദാൻ എ ലാൻഡ് ബട്ട് സ്മോളർ ദാൻ എ മെൻ. ആൻഡ് ഇതിൻ്റെ കണക്ടിവിറ്റി വരുന്നത് CAN, Campus Area Network, has connectivity range between 1 kilometer to 5 kilometers. It is controlled by the campus owner, an enterprise or university or government. And advantages are cost effective, can be wireless or wired network, multi-departmental inter-network access, managed service available, high bandwidth. And the major disadvantage is it is difficult to manage. And the eighth one, home area network. It's a type of computer network that operates within a small area, typically a home or small office. It connects home digital devices such as PCs,
മൊബൈൽ ഫോൺസ്, ടാബ്ലറ്റ്സ്, സ്മാർട്ട് വാച്ച് എക്സെട്ര ഇൻ ടു എ കോമൺ നെറ്റ്വർക്ക്. ഒരു ഓഫീസിലോ സ്മോൾ ഓഫീസിലോ ഹോമിലുള്ള നെറ്റ്വർക്കിനെ കണക്ട് ചെയ്യുന്നതിന് നമ്മൾ ഹോം ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയുന്നു. ഹോമിലുള്ള എല്ലാ ഡിജിറ്റൽ ഡിവൈസസും നമുക്കൊരു കോമൺ നെറ്റ്വർക്കിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ആൻഡ് ഇത് യൂഷ്വലി കണക്ട് ചെയ്യുന്നത് ത്രൂ എ കേബിൾ ഓർ DSL പ്രൊവൈഡർ വഴിയാണ്. The major advantages are resource sharing, easy to manage, high security and the easy accessible. Then the disadvantages, if backbone network അതായത് മെയിൻ നെറ്റ്വർക്കിന് അത് മെയിൻ ഹബ് സെൻട്രൽ ഹബിന് എന്തെങ്കിലും ഒരു ഡാമേജ് സംഭവിച്ചാൽ ദ ഹോൾ നെറ്റ്വർക്ക് സഡൻലി സ്റ്റോപ്പ് ആവും. അതുപോലെ തന്നെ ലാക്ക് ഓഫ് വൈഫൈ പാസ്വേഡ്. ഇപ്പോൾ വയർലെസ് സെക്യൂരിറ്റി വീക്ക് ആണെങ്കിൽ ഹാക്കറിന് ഡാമേജ് റിസോഴ്സസ് ഈസിലി യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ വൈഫൈ ഡിവൈസസിൽ നിന്ന് തന്നെ വേവ്സ് ജനറേറ്റ് ചെയ്യുന്നത് വഴി അത് ഈ ഓവറോൾ നെറ്റ്വർക്കിനെ ഡിസ്ട്രക്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. അടുത്തത് വരുന്നതാണ് വയർലെസ് ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്. ലാൻ എന്താണെന്ന് കണ്ടു, അതിൻ്റെ വയർലെസ് വേർഷനെയാണ് നമ്മൾ വയർലെസ് ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് എന്ന് വിളിക്കുന്നത്. ഇറ്റ്സ് എ വയർലെസ് ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് to communicate over short distances using radio wave. റേഡിയോ വേവ് യൂസ് ചെയ്ത് വയർലെസ് ആയി ചെയ്യുന്ന കണക്ടിവിറ്റി നടത്തുന്ന ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് ഇസ് നോൺ ആസ് ദ വയർലെസ് ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്. ആൻഡ് ഇത് this can be built using many different kinds of wireless network protocols, either Wi-Fi or Bluetooth വഴി. ഇപ്പോൾ ബ്ലൂടൂത്ത് ഓർ വൈഫൈ വഴിയൊക്കെയാണ് നമ്മളിത് കണക്ട് ചെയ്യുന്നത്. റേഡിയോ വേവ്സ് ആണ് ഇതിന് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. ആൻഡ് ദ ബാക്ക് ബോൺ ഓഫ് ദിസ് നെറ്റ്വർക്ക് യൂഷ്വലി കേബിൾസ് ആയിരിക്കും. ഒപ്പം വിത്ത് വൺ ഓർ മോർ വയർലെസ് ആക്സസ് പോയിൻറ്റ്, വയർലെസ് ആയിട്ടുള്ള ആക്സസ് പോയിൻറ്റ് വഴി ഒരു വയർഡ് നെറ്റ്വർക്കിലേക്ക് കണക്ട് ചെയ്യുന്നു. And wireless LANs can contain many different kinds of devices such as mobile phone, laptops, tablets, internet audio system, game consoles അങ്ങനെയുള്ള പല കാര്യങ്ങളും ഇതിനെ യൂസ് ചെയ്യുന്നതാണ്. And the major advantages of WLAN are portable. അത് റേഡിയോ ഇതൊരു റേഡിയോ വേവ്സ് കൊണ്ട് വയർലെസ് ആയതിനാൽ നമുക്കത് പോർട്ടബിൾ ആണ്. പ്ലാനിങ്, അതായത് ഇറ്റ് അലോസ് കമ്മ്യൂണിക്കേഷൻ വിത്തൗട്ട് പ്ലാനിങ്. ആൻഡ് വയർഡ് നെറ്റ്വർക്ക് ആണെങ്കിൽ വയറിംഗ് പ്ലാൻസ് വേണം. ഇൻസ്റ്റോളേഷൻ ഈസ് വെരി ഈസി ആൻഡ് ഇറ്റ് ഈസിയർ ടു പ്രൊവൈഡ് കണക്ടിവിറ്റി ഇൻ ഏരിയാസ് ദാറ്റ് ആർ ഡിഫിക്കൽട്ട് ടു ലേ കേബിൾ. The disadvantages are low bandwidth due to interference. ലോ ബാൻഡ്വിഡ്ത്ത് ആയിരിക്കാം. ആൻഡ് ഇത് യൂസ് ചെയ്യുന്നത് കോസ്റ്റ്ലിയർ ആയുള്ള അഡാപ്റ്റേഴ്സ് ആണ്. പിന്നെ സെക്യൂരിറ്റി ഈസ് ഡിഫിക്കൽട്ട് ടു മെയിൻറ്റെയിൻ. ഇൻക്രീസ് ഇൻ നോഡ്സ്, അതായത് മോർ ഡിജിറ്റൽ ഡിവൈസസ് കണക്ട് ചെയ്യുമ്പോൾ ഡാറ്റ ട്രാൻസ്ഫർ റേറ്റ് റെഡ്യൂസ് ആവും. അതുപോലെ ഇത് ഒരു വിത്തിൻ റേഞ്ച്, ഒരു പെർട്ടിക്കുലർ ലെവൽ ഓഫ് റേഡിയോ വേവ്സ് വെച്ചിട്ട് മാത്രം ഓപ്പറേറ്റ് ചെയ്യാനാണ് ഇത് സാധിക്കുള്ളൂ. ദെൻ വെർച്വൽ പ്രൈവറ്റ് നെറ്റ്വർക്ക്. Virtual private network means it's a private data network that makes use of the public telecommunication infrastructure. അതൊരു വാൻ തന്നെയാണ്. ഇറ്റ് ഈസ് പ്രൈവറ്റ് ആൻഡ് ഓൺലി കമ്പനി പീപ്പിൾ ഹാവ് ആക്സസ് ടു ഇറ്റ്. ഇത് നമ്മൾ കുറച്ച് മുൻപ് തന്നെ വെർച്വൽ പ്രൈവറ്റ് നെറ്റ്വർക്ക് എന്ന് പറഞ്ഞ പോയിന്റ് അവിടെ തന്നെ വന്നിട്ടുണ്ടായിരുന്നു. സെയിം തന്നെയാണ് പറയുന്നത്. നമ്മൾ ഫിഫ്ത്ത് ആയിട്ട് ഡിസ്കസ് ചെയ്തതും ഈ വെർച്വൽ നെറ്റ്വർക്ക് പ്രൈവറ്റ് നെറ്റ്വർക്ക് എന്ന് പറഞ്ഞ പോയിന്റാണ്. ഇതിൻ്റെ അഡ്വാൻറ്റേജസ് നമുക്ക് നോക്കാം. കോസ്റ്റ് ഇൻഎക്സ്പെൻസീവ് ആണ്. ഹൈ ലെവൽ ഓഫ് സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യുന്നു. സ്കേലബിലിറ്റി ഉണ്ട്. മൾട്ടിപ്പിൾ ഡിവൈസസ് അല്ലെങ്കിൽ മൾട്ടിപ്പിൾ യൂസേഴ്സിനെ ഈസിലി നമുക്ക് നെറ്റ്വർക്കിലേക്ക് കണക്ട് ചെയ്യാവുന്നതാണ്. ആൻഡ് മൊബിലിറ്റി, കമ്പനി റിസോഴ്സസ് പബ്ലിക് നെറ്റ്വർക്ക് യൂസ് ചെയ്തിട്ട് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. ആൻഡ് ദ മേജർ ഡിസഡ്വാൻറ്റേജസ് ആർ ബാൻഡ്വിഡ്ത്ത് എന്ന് പറയുന്നത് it is a major drawback of VPN because public networks very slow compared to leased line. അതായത് പബ്ലിക് നെറ്റ്വർക്ക് യൂസ് ചെയ്തിട്ടാണല്ലോ ചെയ്യുന്നത്, അപ്പോൾ അതിൻ്റെ സ്പീഡ് വളരെ കുറവായിരിക്കാം. ദെൻ VPN security must configure properly, otherwise it is easier for hacker to compromise the company resources. ഇതിൻ്റെ സെക്യൂരിറ്റി സിസ്റ്റം പ്രോപ്പറായിട്ട് മാനേജ് ചെയ്തില്ലെങ്കിൽ ഹാക്കേഴ്സിന് ഇത് ഹാക്ക് ചെയ്യാൻ ഈസിയർ ആണെന്നാണ് പറയുന്നത്. So these are the important networks based on distance. Thank you.